വെരി ഗുഡ്. നമ്മൾ പറഞ്ഞത് വളരെ അറിഞ്ഞുക തന്നെ വേണം. ഇനി ഇവിടെ സാർ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു ഒരു ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ച് അല്ലേ? നമ്മുടെ മാനിഫെസ്റ്റേഷനാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ മിഡിൽ ക്ലാസ്സിനോട് നമുക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. നമ്മൾ സ്ട്രഗിളിലാവുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളിൽ നമ്മൾ ഫോക്കസിലാണ്. അതുകൊണ്ടാണ് വീണ്ടും പ്രശ്നങ്ങൾ നമ്മളെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ മാറ്റുക, നമ്മുടെ ചിന്തകൾ മാറ്റുക, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ മാറ്റുക. പക്ഷേ ഈ സ്ട്രഗിളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ തിരക്കിൽ നിൽക്കുമ്പോൾ ഇതിന് സമയം നമുക്ക് കിട്ടില്ല. ഏറ്റവും വലിയൊരു പ്രയാസം നമുക്ക് ഉണ്ടാക്കുന്നത് ഇത്തരം, നമ്മൾ വിചാരിക്കും 10 മിനിറ്റ് എന്തിനു മാറിയിരിക്കണം, എന്തിനു നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, എന്തിനു നമ്മളെ ഓരോ നമ്മുടെ ടീമിൻ്റെ ആളുകളെയും എടുത്ത് ആലോചിച്ച് നല്ല മാനിഫെസ്റ്റേഷൻ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതെങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യില്ലല്ലോ എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നാണ് മാറ്റി വെച്ചിരിക്കും. ഈ നാളെ ചെയ്യാം എന്നുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാക്കുന്നത് എന്താണ്? ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. സാറിന് എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, സത്യമാണത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോറിറ്റി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അതെ, മനസ്സിലായല്ലേ? അതെ. നമ്മൾക്ക് എന്താണ് പ്രയോറിറ്റി? ഇപ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ പോകുന്നില്ല, നമ്മളെന്താണ് അതിന് പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരാൾക്ക് ഇപ്പം ലെറ്റ്സ് ഒരു പേയ്മെൻറ്റ് കൊടുക്കാണ്ട്, നമുക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ള പ്രയോറിറ്റീസിൽ അത് ലോ ആണ്. അതാണ് മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രയോറിറ്റി നമ്മൾ എന്തിനു കൊടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. എത്ര സമയം ഇതിന് ഇത്തരത്തിലൊരു മാനസികമായ ഒരുക്കത്തിന് വേണ്ടി, നമ്മുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട്, നമ്മുടെ മെഡിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ, ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, പേഴ്സണലി എല്ലാ കാര്യങ്ങളിലേക്കല്ല, എത്ര സമയം ഒരു ദിവസം? ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മുതൽക്ക് 1 മണിക്കൂർ വരെ ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാനത് ചെയ്യുന്ന രീതിയും ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മുടെ പ്രോബ്ലംസ്, കാരണം ലോ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ വെച്ചത് കൊണ്ട് ഡിലേ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മളുടേതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാവാം എല്ലാം ആ ഡിലേ വരുന്നൊക്കെ നമുക്ക് എന്ത് പറ്റുകയാണ്, നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരു ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ചെയറിൽ ഞാൻ എന്നെ തന്നെ കാണും. എന്നിട്ട് ഞാൻ ആ രാജിനോട് സംസാരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണത്. ആ രാജിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ക്ലയൻറ്റിനോട് നമുക്കതാവുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് ഈ പ്രോബ്ലംസ് നമ്മൾ ശരിയാണോ, ഈ പ്രയോറിറ്റി കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഡിഫിക്കൽട്ട് ടാസ്ക്കാണത്. ഇതിന് സമയം കണ്ടെത്തി അത്രയും ഏകാഗ്രമായി ഇരുന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടുള്ളൂ. അത് ഒരു പരിധി വരെ അത് വിജയത്തിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു മെത്തേഡ് ഡിഫിക്കൽട്ടാണ്. രാജിനോട് തന്നെ വെറുതെ സംസാരിക്കുകയല്ല, രാജിനെ കൺസൾട്ട് ചെയ്യാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കൺസൾട്ട് ചെയ്യുമ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലോട്ട് തന്നെ അവർ ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ആ ഉത്തരം ഇവിടുന്നല്ല, അവിടുന്ന് തന്നെ വരണം എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് അത് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഇപ്പം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ടൂൾ. ഒരു ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, യോഗ ചെയ്യുമ്പോൾ നമ്മൾ ഏകാഗ്രമായിട്ട് നിൽക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ ഈ പ്രോബ്ലംസിൻ്റെ ആ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് രക്ഷപ്പെടും. നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് രീതികളിലോട്ട് നമുക്ക് മാറാൻ പറ്റും. മൂന്നാമത് നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ട്രെയിനേഴ്സിന് ഹെൽപ്പ് നമുക്ക് കൺസൾട്ടേഷന് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അവരുടെ രീതികളും അവരുടെ കാഴ്ചപ്പാടുകളും കാണുമ്പോൾ, കാരണം പലപ്പോഴും നമ്മളുടെ രോഗത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ റോങ് വേയിലാണ് ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ തേർഡ് പേഴ്സൻ്റെ സഹായം എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതുപോലെ കൊച്ചു ടൂളുകൾ നമുക്കുണ്ട്. എല്ലാം നമ്മൾ അതിന് എത്രത്തോളം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത്. ഒരുപാട് ടൂളുകളുണ്ട്. ഇവിടെയും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവണം, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. മാത്രമല്ല, ഇതിൽ എഡ്യൂക്കേറ്റഡ് ആയാൽ നമ്മളൊരു പരിധി വരെ ഒരു വലിയൊരു സ്ട്രഗിളിൽ നിന്ന് മാറും. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മളുടെ സെയിൽസിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്നാണ് പറയും. അതെ, സെയില് അപ്പോൾ നിങ്ങൾക്കൊരു റവന്യൂ തരും. ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ കരിയർ ത്രൂ ഔട്ട് നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്, ഫാക്ട്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും.
എന്നെക്കൊണ്ട് ഇന്ന് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡയറീസ് നോക്കിക്കഴിഞ്ഞാൽ 10-22 ടാസ്കുകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്കുകളിൽ ഹൈ പ്രയോറിറ്റി ഇത്ര ടാസ്കുകൾ, ഒരു 3 to 5 അത് ഹൈ പ്രയോറിറ്റി. ഇതിന് ഇത്ര സമയം എടുക്കുക, ഇത്ര സമയം എടുക്കും. ഓക്കെ, ഇതിൽ സമയം എടുക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ആ സമയം എടുക്കാത്ത കാര്യങ്ങൾ അതും മാറ്റി വയ്ക്കും. എന്നിട്ട് രാജിനെ കൺസൾട്ട് ചെയ്യും. അപ്പം രാജിനോട് ചോദിക്കുകയാണ്, ഈ സമയം കുറവുള്ള സാധനങ്ങൾ തീർത്താൽ അത്രയും നെഗറ്റീവായിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ തീരും. അപ്പോൾ അതിന്ന് തീർക്കണം.